ഓം ശാന്തി. സെക്കൻഡിൽ ഏകാഗ്രമായി ഞാൻ അനുഭവം ചെയ്യുന്നു. ഞാൻ ഒരു ജ്യോതിർമയ ബിന്ദു ആത്മാ പരമധാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ ഈ വീട് ശാന്തിയും പ്രകാശവും നിറഞ്ഞതാണ്. ചുവന്ന പ്രകാശത്തിൽ സമ്പൂർണ്ണ നിശബ്ദത നിറഞ്ഞിരിക്കുന്നു. കേവലം ശാന്തിയുടെ സാഗരമാണ്. ഞാൻ ആത്മാ പരമധാമത്തിൽ പരംജ്യോതി ബിന്ദു ശിവബാബയുടെ സമീപമിരിക്കുന്നു. ഞാൻ നിശ്ചലമാണ്. അനാദി അവിനാശി ജ്യോതി ബിന്ദു ആത്മാ. പരമധാമത്തിൽ നിന്നും താഴേക്കിറങ്ങി ഞാൻ സൃഷ്ടിയുടെ ആദികാലത്തിൽ ദേവാത്മാവിൻ്റെ രൂപത്തിൽ ജന്മമെടുക്കുന്നു. ഞാൻ സത്യയുഗി ദേവാത്മാവാകുന്നു. എൻ്റെ ശരീരം കഞ്ചനമാണ്, നിരോഗിയാണ്, കോമളവുമാണ്. മനസ്സ് സദാ പ്രസന്നമാണ്, സദാ ദാതാവാകുന്നു. ഞാൻ സ്വർഗത്തിൽ മധുര മന്ദമാരുതനിൽ വിചരണം ചെയ്യുന്നു. സമയത്തിൻ്റെ ചക്രം മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ മധ്യകാലത്തിൽ ദ്വാപരയുഗത്തിൽ എൻ്റെ പൂജ്യ സ്വരൂപത്തിലാണ്. ജഡമൂർത്തിയുടെ രൂപത്തിൽ ഭവ്യമന്ദിരങ്ങളിൽ ആസനത്തിലിരിക്കുന്നു. ദീപങ്ങളുടെ പ്രകാശം എന്നെ തേജസ്വിയും സുന്ദരവുമാക്കുന്നു. ഭക്തരുടെ കണ്ണുകളിൽ എൻ്റെ നേരെ പ്രേമവും ഭക്തിയും നിറഞ്ഞിരിക്കുന്നു. എൻ്റെ ദിവ്യ സംസ്കാരം ഭക്താത്മാക്കൾക്ക് ശാന്തിയുടെയും സുഖത്തിൻ്റെയും അനുഭവം ചെയ്യിപ്പിക്കുന്നു. ഞാൻ അവരുടെ മംഗളകാമനകൾ പൂർണ്ണമാക്കുന്നു. കാലചക്രം വീണ്ടും തിരിയുന്നു. ഞാനിപ്പോൾ കലിയുഗത്തിൻ്റെ അന്ത്യത്തിൽ സംഗമയുഗത്തിലെ ബ്രാഹ്മണ സ്വരൂപമാണ്. ശിവവംശി ബ്രഹ്മാമുഖവംശാവലി സർവശ്രേഷ്ഠ ബ്രാഹ്മണൻ, ജ്ഞാനരത്നങ്ങളുടെ ദാതാവ്, നിരന്തര സേവാധാരി, സർവർക്കും സ്വയം തൻ്റെയും പരമാത്മാവിൻ്റെയും സത്യമായ പരിചയം നൽകുന്നു. മനസ്സിലും വചനത്തിലും കർമ്മത്തിലും വിശ്വകല്യാണകാര്യം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ആത്മാ ദിവ്യ ഫരിസ്ത സ്വരൂപം ധാരണ ചെയ്യുന്നു. ശ്വേതപ്രകാശ സ്വരൂപം. യാതൊരു ബന്ധനവുമില്ല, ഭാരവുമില്ല. മനസ്സിൽ കേവലം ശുഭസങ്കല്പം മാത്രം. ഞാൻ പരമാത്മാ സന്ദേശവാഹക ഫരിസ്തയാകുന്നു. എവിടെ പോയാലും അവിടെ ശാന്തി
സ്നേഹം ശക്തിയുടെയും തരംഗങ്ങൾ വ്യാപിപ്പിക്കുന്നു. ഞാൻ ഫരിസ്ത പറന്നുകൊണ്ട് മേഘങ്ങളുടെയും മുകളിലായി സൂക്ഷ്മവതനത്തിലേക്ക് പോകുന്നു. സൂക്ഷ്മവതനത്തെ ഒന്ന് സ്പർശിച്ച് വീണ്ടും എൻ്റെ സേവാസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നു. ഇന്ന് ബാപ്പുദാദ എൻ്റെ 5 രൂപങ്ങളെ കാണുന്നു. അതുകൊണ്ട് 5 മുഖങ്ങളുള്ള ബ്രഹ്മാവിൻ്റെ മഹിമയുണ്ട്. ബാബ പറയുന്നു, ദിവസം മുഴുവൻ ഈ 5 രൂപങ്ങളുടെ വ്യായാമം ചെയ്യൂ. ഞാൻ 5 രൂപങ്ങളെയും മുന്നിൽ കൊണ്ടുവന്ന് അനുഭവം ചെയ്യുന്നു. ഈ വ്യായാമം മനസ്സിനെ ശക്തിശാലിയാക്കുന്നു. ഓരോ രൂപത്തെയും മുന്നിൽ കൊണ്ടുവരുമ്പോൾ എല്ലാ രൂപത്തിൻ്റെയും വിശേഷതകൾ അനുഭവമാകുന്നു. ഓരോ മണിക്കൂറിലും 5 സെക്കൻഡ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഈ വ്യായാമം ചെയ്യണമെന്ന് ബാപ്ദാദ ആഗ്രഹിക്കുന്നു. മന്മനാഭവ മന്ത്രത്തിൻ്റെ അനുഭവത്തിലൂടെ മായാജീതാകുന്നു, മന്മനാഭവയാകുന്നു. മനസ്സ് വളരെ ശക്തിശാലിയാകുന്നു. ഏത് സമയത്ത് ഏത് സങ്കല്പം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യാൻ കഴിയുന്നു. മനസ്സ് വ്യർത്ഥത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ബാബ ഓരോ കുട്ടിയെയും മനസ്സിനെ ജയിക്കുന്നവനും ലോകത്തെ ജയിക്കുന്നവനുമാകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിശ്ചയത്തോടെ എൻ്റെ ബാബ എന്ന് പറയുന്നു. ബാബയും എൻ്റെ കുട്ടി എന്ന് പറയുന്നു. ഹൃദയത്തിൽ നിന്നും എൻ്റെ ബാബ എന്ന് പറയുമ്പോൾ ബാബയുടെ സഹയോഗം ലഭിക്കുന്നു. ഒരു പ്രാവശ്യം എൻ്റെ ബാബ എന്ന് പറഞ്ഞാൽ 1000 തവണ സഹയോഗം നൽകാൻ ബാബ ബാധ്യസ്ഥനാണ്. സമയം വരുമ്പോൾ ഈ അനുഭവം പ്രായോഗികമാകുന്നു. ബാബ വീണ്ടും കുട്ടികളെ ദേവതയാക്കാൻ വന്നിരിക്കുന്നു. കുട്ടികൾക്ക് സമ്മാനമായി വൈകുണ്ഠം കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ബാബയെ ഓർമ്മിച്ച് പാപങ്ങളെ ഇല്ലാതാക്കുന്നു, പവിത്രമാകുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ത്യാഗത്തിലൂടെയും തപസ്യയിലൂടെയും സേവയിൽ സഫലത പ്രാപ്തി ചെയ്യുന്ന സർവരുടെയും കല്യാണകാരിയാകുന്നു. സ്ഥൂലമായ അഗ്നി അകലെ വരെയും അതിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കുന്നതുപോലെ തപസ്യയുടെയും ത്യാഗത്തിൻ്റെയും തിളക്കം അകലെ നിന്ന് തന്നെ സർവരെയും ആകർഷിക്കുന്നു. അതിനാൽ സേവാധാരിയോടൊപ്പം ത്യാഗി തപസ്വി മൂർത്തിയാക്കുന്നു. അപ്പോൾ സേവനത്തിൽ പ്രത്യക്ഷ ഫലമുണ്ടാകുന്നു. ത്യാഗി എന്നാൽ ഒരു പഴയ സങ്കല്പവും സംസ്കാരവും കാണപ്പെടരുത്. ഏത് സങ്കല്പമായാലും അതിൽ മംഗളമടങ്ങിയിരിക്കണം. അപ്പോൾ സർവരുടെയും കല്യാണകാരി എന്ന് പറയാം. ദേഹബോധത്തിൽ നിന്നും ഉപരിയായിരിക്കുന്നതിനായി ചിത്രത്തെ കാണാതെ ചേതനയെയും ചരിത്രത്തെയും നോക്കൂ.
ഓം ശാന്തി.